ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഡ്രീം ലേഡി. ഡ്രീം ലേഡിയുടെ 16ാമത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുന്നതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഇതാ ഞാൻ കട്ട് ചെയ്ത പീസ് എടുത്തിട്ട് ഇതുമാതിരി നെക്ക് ഞാനിങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കണ്ടോ, എന്നിട്ട് ഇതിൻ്റെ അകത്തുകൂടി നമ്മൾ നെക്ക് ഒന്ന് ആദ്യം ഫസ്റ്റ് രണ്ട് ഭാഗത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെതും ബാക്ക് ഭാഗവും നമ്മളൊന്ന് 2 തവണ അടിച്ചിട്ടെടുക്കുക. ഇപ്പോൾ ഞാൻ 2 നെക്കും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ അറിയാത്തവരുണ്ടാവും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ പോയിന്റും വീണ്ടും വീണ്ടും പറയുന്നത്. നമ്മുടെ ആദ്യത്തെ ക്ലാസ് കാണാത്ത കുറേ പേരുണ്ടാവും കേട്ടോ. അപ്പം അവർ ഡയറക്റ്റ് ഇതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് വീണ്ടും പറയുന്നത്. അപ്പം ഇതുമാതിരി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഓക്കെ, ഇതുപോലെ 2 നെക്കും ചെയ്തിട്ടെടുക്കണം കേട്ടോ. എന്നിട്ട് നേരെ നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ താഴത്തോട്ടേക്ക് വരിക. വന്നതിന് ശേഷം ഇതിനെ ഒന്ന് മടക്കിയിട്ട് അടിക്കാം. അപ്പം നമുക്ക് ഒന്നുകിൽ ഉള്ളിലോട്ട് നമ്മുടെ നല്ല ക്ലോത്ത് വരുന്നില്ല അതിൻ്റെ ആ ഭാഗത്തോട്ടേക്ക് ഇങ്ങനെ മടക്കി അടിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് അടിച്ചു കൊടുക്കാം. ഏതാണേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനതൊന്ന് അടിച്ചെടുക്കട്ടെ. ഇപ്പോഴും ഞാൻ 2 ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ യോജിപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്ത് ഫ്രോക്കൊക്കെ ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി എളുപ്പമാണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നല്ല വശം ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെ മുതൽ അടിച്ച് തുടങ്ങുക കേട്ടോ. ഇങ്ങനെ അടിച്ച് ലൈനിങ്ങിൻ്റെ ഈ ഒരു ഭാഗം വരെ എത്തുന്നവരെ നിർത്തി കൊടുക്കുക. അങ്ങനെയാകുന്ന സമയത്ത് നിങ്ങൾ ഈ 2 ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ട് കറക്റ്റ് പോയിന്റിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് പിൻ ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിയൊന്നും പോവില്ലല്ലോ. ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ 2 ഷോൾഡറും 2 തവണ വീതം നമുക്ക് അടിച്ചിട്ടെടുക്കാം. ഇപ്പോഴും ഇത് കണ്ടോ, ഇതുമാതിരി ഈ ഒരു ഭാഗവും ഒരു സ്റ്റിച്ചും കാണില്ല, ഈ ഒരു ഭാഗം സ്റ്റിച്ചൊന്നും കാണാണ്ട് നല്ല നീറ്റായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിലൂടെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം. ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ വേണേലും കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫൂട്ടകലത്തിൽ ഇതുമാതിരി സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ അതിൻ്റെ ആ ഒരു സൈഡിലൂടെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലൂടെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അതുമാതിരി തന്നെ ഈ താഴെ വരെയും ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ആ പോയിന്റ് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇതുമാതിരി ഈ ഒരു ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി സ്ലീവ് പിടിപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ സ്ലിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തുണികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ 4 സൈഡും നമുക്ക് അങ്ങനെ ഒന്ന് വലിയ സ്റ്റിച്ച് ഇട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒന്ന് ചെയ്തിട്ടെടുക്കുക. നെക്സ്റ്റ് നമുക്കിനി സ്ലീവാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതിന് എന്താ പറയുക, നല്ല വശം ചീത്ത വശം അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതേമാതിരി നിവർത്തി എടുക്കുന്നതിന് മുന്നൊക്കെ തന്നെ ഇതേമാതിരി തന്നെ വെച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു മാർക്ക് കൊടുക്കുക. ഇതിനെ ചീത്ത വശമായിട്ട് ഈ ഒരു ഭാഗം ചീത്ത വശമായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, മാർക്ക് ചെയ്തതിന് ശേഷം ഇതുമാതിരി താഴെ ഭാഗം 1/2 ഇഞ്ച് കനത്തിൽ ഇങ്ങനെ മടക്കിയിട്ട് അടിക്കുക. കണ്ടോ, ഇതുപോലെ 2 ഭാഗവും നേരെ ഓപ്പോസിറ്റ് ആയിട്ടും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. അടിച്ചിട്ട് കൊടുക്കുക. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് പിടിപ്പിക്കുന്ന സമയത്ത് ഇതുമാതിരി കുറച്ച് കുഴിച്ച് മുറിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അടിക്കുന്നതിന് മുന്നേ ആണ് പിടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ടാവും. അപ്പം നമ്മുടെ കയ്യിന് ടൈറ്റ് വരാനും ചുളിവ് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത് നിവർത്തി എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് കണ്ടോ, ഇത് 2 ഭാഗം ഒരുപോലെയല്ലേ ഉള്ളത്. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് 2 ഭാഗത്തും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോഴും ഞാൻ 2 സൈഡും 2 സ്ലീവും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കണം. അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ വെക്കുന്ന സമയത്ത് ഈ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ രണ്ട് ഭാഗത്തിൻ്റെ അകത്തുനിന്ന് ഈ ഒരു ഫ്രണ്ട് ഭാഗം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട്
ഇങ്ങനെ ഇതിൻ്റെ സെൻറ്റർ മുതൽ സാധാരണ സ്ലീവെല്ലാം പിടിപ്പിക്കില്ലേ അത് മുതൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അടിച്ചിട്ട് കൊടുക്കാം. ഒരിക്കലും നമ്മൾ ഒരു സൈഡിൽ നിന്ന് മുതൽ തുടങ്ങരുത് കേട്ടോ. കാരണം എത്ര അറിയുന്നവരാണെന്ന് പറഞ്ഞാലും ചിലപ്പം എവിടെയെങ്കിലും ഒന്ന് വലിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിലോട്ട് നന്നായിട്ട് ഇങ്ങനെ ബാക്കിയായിട്ട് വരും. അപ്പം നമ്മുടെ സ്ലീവ് ഭയങ്കര ടൈറ്റായിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുമാതിരി ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കുക. അപ്പം ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തോട്ട് നമ്മൾ ഓൾറെഡി കുഴിച്ച് വെട്ടിയിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ അത് ചേരണം. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. സെൻറ്റർ മുതൽ അങ്ങോട്ട് അടിച്ചു തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് കൂടി അടിച്ചിട്ട് എടുക്കുക. ഇങ്ങനെ നമുക്ക് 2 സ്ലീവും ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇപ്പോഴും ഞാനിതാ 2 സ്ലീവും ഇതുമാതിരി തന്നെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഒന്ന് നമ്മുടെ ബോഡിയുടെ മെഷർമെൻറ്റിനനുസരിച്ചൊന്ന് അടിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ എന്തോരമാണോ എടുത്തിട്ടുള്ളത് 5 ഇഞ്ചാണെങ്കിൽ ആ 5 ഇഞ്ചും ഞാനൊരു ഇത്തിരി ലൂസ് ഇടുന്നുണ്ട്. 5.5 ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുമാതിരി ഒന്ന് പിൻ ചെയ്തിട്ട് കൊടുക്കാം. 5.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ പിൻ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു കൈക്കുഴിയുടെ ഭാഗം വരുന്നുണ്ടല്ലോ, അത് ജസ്റ്റ് ഇതുപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ എന്തോരമാണോ സീവിങ് എലമെൻറ്റ്സ് ഇട്ടിട്ടുള്ളത് അത് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അത് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒന്ന് പിൻ ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, ഞാനിവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം മുതൽ ഇങ്ങനെ അടിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ഒട്ടും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ 2 ഇഞ്ച് തന്നെ എല്ലായിടത്തേക്കും ഇതുപോലെ വെച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരഞ്ഞു കൊടുക്കുക കേട്ടോ. നമ്മുടെ ബോഡിയുടെ കറക്റ്റ് മെഷർമെൻറ്റ് എങ്ങോട്ടാണോ ആ ഭാഗത്തോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുമാതിരി വരഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് പിൻ ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തിൻ്റെ അവിടെ നമ്മൾ സീവിങ് എലമെൻറ്റ്സ് ആയിട്ട് 1 ഇഞ്ച് എടുത്തിട്ടുള്ളായിരുന്നു. ആ 1 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ അടിച്ചിട്ടെടുക്കുക. ഇവിടെ നന്നായിട്ട് തന്നെ ടക്ക് ഇട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. ഇതുപോലെ 2 സ്റ്റിച്ച് നമുക്ക് ഈ ഭാഗത്തും കൊടുക്കാം. അതുമാതിരി തന്നെ അങ്ങനെ തന്നെ നമ്മൾ അളന്നെടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടി ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലെ അതുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോഴിതാ ഞാൻ സൈഡ് 2 ഭാഗം അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ ടക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ സ്ലിറ്റ് അടിച്ചിട്ട് എടുക്കണം. അപ്പോൾ സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നേരെ ഇത് കണ്ട ചുരിദാറിൻ്റെ നേരെ താഴത്തോട്ടാണ് പോകേണ്ടത്. എന്നിട്ട് ഫസ്റ്റ് 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കി കൊടുക്കുന്നു. വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ വളഞ്ഞു പോകാതിരിക്കാനും അതുപോലെ തന്നെ ചിലവരൊക്കെ അടിച്ച് ഇടുന്ന സമയത്ത് ഇങ്ങനെ പിരിഞ്ഞൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടിക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഒന്നുകിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതുമാതിരി 1 ഇഞ്ച് കറക്റ്റായിട്ട് 1/2 ഇഞ്ച് ആദ്യം ഫോൾഡ് ചെയ്യുന്നു. എന്നിട്ട് 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് പിൻ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. പിൻ ചെയ്തതിന് ശേഷം നമുക്ക് അടിച്ചിട്ടെടുക്കാം. അല്ല എങ്കിൽ ഡയറക്റ്റ് തന്നെ നമുക്ക് ഇതുമാതിരി 1/2 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഈ സൈഡിലൂടെ കേട്ടോ, ഈ ഒരു ഭാഗമല്ല ഈ ഒരു സൈഡിലൂടെ നമുക്ക് അടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നേ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ലിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഒരുപാട് വലിക്കാനൊന്നും പാടില്ല. ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങാം. അപ്പം ഏകദേശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കാരണം അടിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് എന്തോരം വരുന്നുണ്ടെന്ന് ഏകദേശം മനസ്സിലാവും. ഇപ്പം കുറച്ച് ഭാഗം അടിച്ചിട്ടുണ്ട്. അടുത്ത ഭാഗം ഇത് കണ്ടോ, ഇങ്ങനെ പിരിഞ്ഞിട്ടല്ലേ കിടക്കുന്നത്, കാണുന്നുണ്ടോ? ജസ്റ്റ് ഇങ്ങനെ പിരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല.
ഇത് കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ച് നോക്കുക. വലിച്ചു പിടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കുറച്ച് ഭാഗം അതിൻ്റെ ഉള്ളിലോട്ട് ഫോൾഡായിട്ട് പോകും. അപ്പം ആ ഒരു ഭാഗമില്ലേ അതിലൂടെ നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ആകുന്ന സമയത്ത് ഇങ്ങനെ പിരിയാനും വളയാനും ഒന്നും ചാൻസ് ഉണ്ടാവില്ല. നല്ല നീറ്റായിട്ടുള്ളത് നമുക്ക് കിട്ടും. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇത് കണ്ടോ, ഞാനിപ്പം എങ്ങനെയാണ് വലിച്ചു പിടിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു സ്ലിറ്റിൻ്റെ ഈ അവസാനിക്കുന്ന ഭാഗമില്ലേ അത് ഇതുപോലെ നന്നായിട്ട് വിടർത്തിയിട്ട് പിടിക്കുക. വിടർത്തി പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് വെക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ടോ, ഈ ഒരു ഭാഗത്താണ് നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോൾഡ് ചെയ്യുമ്പോൾ ബാക്കി ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ നിന്നോളൂ കേട്ടോ. അപ്പം നമുക്ക് ലെങ്ത്ത് കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് ഇതുമാതിരി പകുതിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടൊന്നും വലിച്ചെടുക്കരുത് കേട്ടോ. വലിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു കർവ് പോലെ വരും. ആ ഒരു കർവ് പോലെ വരുന്ന സമയത്തും അവിടെ വളഞ്ഞിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണോ ഫ്രീ ആയിട്ട്, ഇത് കണ്ടോ ഞാനിപ്പോൾ കൈ വിട്ടു എന്നിട്ടും ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാതിരി തന്നെ ഇത് സിൽക്കിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഓരോ ഭാഗത്തും ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ അടിക്കുന്നതിനനുസരിച്ച് ആ പിന്നിങ് ഊരിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുമാതിരി അടിച്ചു കൊടുക്കുക. ഇപ്പോഴിതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഏകദേശം അടുത്തെത്താറായി കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ലോക്ക് ചെയ്തിട്ടുള്ള ഭാഗം. ഇനി നമുക്ക് ഇതിനേക്കാളും ഒരു 1/2 ഇഞ്ച് മുകളിലോട്ടേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടിക്കേണ്ടത് ഇതുമാതിരി ഈ ഒരു സൈഡിലൂടെ വന്നിട്ട്, ഇത് കണ്ടോ, ഈ ഒരു സൈഡിലൂടെ വന്നിട്ട് ഇവിടെ ഒന്ന് കുത്തി നിർത്തുക. അത്രയും ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സൈഡും ഇതില്ലേ ഈ ഭാഗം ഒന്ന് നല്ല വലിച്ചു പിടിക്കുക കേട്ടോ. വലിച്ചു പിടിക്കുമ്പോഴാണ് ഇവിടെ ചുളിവൊന്നും വരാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അവിടം വരെ ഒന്ന് അടിക്കട്ടെ. ഓക്കെ, അടിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ നീഡിൽ കുത്തി വെച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ നീഡിൽ കുത്തി വെച്ചിട്ട് തിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും അറിയാത്തവർ ആദ്യമേ തന്നെ എങ്ങനെയാണ് നമ്മളൊരു സ്ക്വയർ ആയിട്ടുള്ള ഭാഗം ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വന്നതിന് ശേഷം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ടിതാ നേരെ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് ഭാഗം, ഈ ഒരു സ്ലിറ്റിൻ്റെ ഈ ഒരു ഭാഗം ഏകദേശം കറക്റ്റ് ആക്കിയിട്ട് ഇതുമാതിരി വെച്ച് കൊടുക്കുക. അപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ഈ വിരൽ വെച്ച് കാണിക്കുന്നുണ്ട്. ഇപ്പം അടിക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് അടിച്ചിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് നേരെ താഴത്തോട്ടേക്ക് അടിച്ചിട്ട് കൊടുക്കുക. അടിക്കുന്ന സമയത്തും കറക്റ്റായിട്ട് ആ നീഡിൽ വരുന്നത് പോലെ തന്നെ അടിച്ചിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഒരു ഭാഗം ഇതുമാതിരി ഫോൾഡ് ചെയ്തതുകൊണ്ട് തന്നെ ഒന്നിങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കി ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഏകദേശം ഫോൾഡായിട്ട് കിട്ടും. പിന്നെ അതിനൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെ നമുക്ക് ഒന്ന് അടിച്ചിട്ട് എടുക്കുക. പിന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ധൃതി പിടിച്ചിട്ടും സ്പീഡായിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് പിരിയാനുള്ളൊക്കെ ചാൻസ് വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. കുറച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സ്പീഡിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മുന്നത്തെ ഭാഗം പറഞ്ഞത് പോലെ തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് താഴെ ഭാഗം വരെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇപ്പോഴിതാ ഞാൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊന്ന് വിരൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം കണ്ടോ, ഇതിൻ്റെ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കയറാണ്ട് നല്ല നീറ്റായിട്ട് രണ്ട് സൈഡിലും കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഈ ഒരു സൈഡിലൂടെ അടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പക്ഷേ ഇപ്പം നമ്മൾ ആരും അങ്ങനെ ചെയ്യാറില്ല. റെഡിമെയ്ഡ് കുർത്തീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സൈഡിലൂടെ ഒന്നും അടിക്കുന്നതില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് അടിച്ചിട്ടെടുക്കണം. അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും കൂടി അടിച്ചെടുത്താൽ നമ്മുടെ ചുരിദാർ റെഡി ആയിട്ടുണ്ട്.
ചുരിദാറെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അടിച്ചതിന് ശേഷം ഇങ്ങനെ ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല വീതി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ലിറ്റിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തായിട്ട് ഇതുമാതിരി വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ മുകൾ ഭാഗത്തോട്ടൊക്കെ നമുക്കിങ്ങനെ കുറേശ്ശെയായിട്ട് കട്ട് ചെയ്താൽ നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കും. പക്ഷെ ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. ഇതാണ് കേട്ടോ ആ ചുരിദാർ. ഒരു തവണ ഞാൻ ഇട്ടിട്ട് വാഷ് ചെയ്തതിന് ശേഷം അയൺ ചെയ്തിട്ടില്ല കേട്ടോ. എങ്കിലും ഞാൻ ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇതിൻ്റെ സ്ലിറ്റൊക്കെ വരുന്നത് കറക്റ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് വെച്ച് ഞാൻ അതുകൊണ്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അടിച്ചിട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ കാണുന്ന ഓപ്ഷനിൽ നിന്നും ഓൾ എന്നത് തന്നെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ സ്റ്റിച്ചിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.